മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് വിറച്ച് ഒരു വിധത്തിൽ വീട്ടിലെത്തുന്ന മേഘൻ അവിടെ വെച്ചും മഹാലക്ഷ്മിയുടെ ഉഗ്രരൂപം കണ്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ശേഷം മാർക്കോ ചെന്ന് മേഘൻ്റെ തലയ്ക്ക് പുറകിലൊരടി അടിക്കുകയും അതോടുകൂടി തന്നെ മേഘൻ ബോധം കെട്ട് അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മേഘൻ്റെ നിലവിളി ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വാമനും സീമന്തിനിയും അവിടെ ബോധം കെട്ട് കിടക്കുന്ന മേഘനെ കണ്ട് ഷോക്കാവുന്നുണ്ട്. ശേഷം മുഖത്ത് വെള്ളം തളിക്കുന്നതോടുകൂടി മേഘന് ബോധം വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു എന്നും അവൾ ഇനി ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് തെരഞ്ഞു പിടിച്ച് ശല്യം ചെയ്യും എന്നെല്ലാം മേഘം പറയുമ്പോൾ അതൊക്കെ നിൻ്റെ വെറും തോന്നലാണെന്നും ജീവിച്ചിരിക്കുന്നവരെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി, അല്ലാത്തവരെ പേടിക്കേണ്ട ആവശ്യമില്ല, പ്രേതം ആത്മാവ് അങ്ങനെയൊന്നുമില്ല, എല്ലാം നിൻ്റെ വെറും തോന്നലാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമൻ മേഘൻ പറയുന്നതെല്ലാം തള്ളിക്കളയാണ് കേട്ടോ ചെയ്യുന്നത്. അച്ഛ, ഇത്തരം കാര്യങ്ങളിലൊന്നും അച്ഛനേക്കാൾ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അവളെ നേരിൽ കണ്ടു അച്ഛ. അച്ഛനും ഇനിയൊന്ന് സൂക്ഷിക്കണം, രാത്രി കാലങ്ങളിലൊന്നും പുറത്തിറങ്ങി നടക്കരുത് എന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും മേഘൻ പറയുന്നതൊന്നും വാമൻ ഒട്ടും വിശ്വാസത്തിലെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, ഇത്രയ്ക്ക് ധൈര്യശാലിയായിട്ടുള്ള ഇവൻ ഇങ്ങനെ പേടിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും വാമേട്ട എന്ന് പറയുന്നുണ്ട്. ശേഷം വാമനും സീമന്തിനിയും കൂടിയിട്ട് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് മേഘനെ റൂമിൽ കൊണ്ടുചെന്ന് ആക്കുന്നുണ്ട്, റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം അവിടെ എത്തുന്നതും മഹാലക്ഷ്മിയുടെ ആ ഉഗ്രരൂപം മേഘൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല കേട്ടോ. ഞാനും പ്രതാപനങ്ങളും കൂടിയിട്ട് അവളെ ചിത കൂട്ടി കത്തിച്ച സമയത്ത് അവളുടെ മുഖം ഒക്കെ വല്ലാതെ പൊള്ളിപ്പോയിട്ടുണ്ടാവുമല്ലോ. അവളുടെ മുഖത്തും ഇനി അങ്ങനെ പൊള്ളലുണ്ടായിരുന്നു ഞാൻ കണ്ട സമയത്ത്. അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല എന്നെല്ലാം മേഘൻ പറയുമ്പോൾ വീണ്ടും പറഞ്ഞിങ്ങനെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീമന്തിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കിടക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ അവൾ ഇനി ജീവിച്ചിരുന്നപ്പോൾ ശല്യം ചെയ്തതിനേക്കാൾ കൂടുതൽ മരിച്ചതിന് ശേഷം ശല്യം ചെയ്യുമെന്ന എൻ്റെ പേടിയെന്ന് മേഘം പറയുമ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരിച്ചടി ഉണ്ടാവുമെന്ന്. ഏട്ടത്തി ദൈവത്തെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നവളാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവിനും ശക്തി കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് മഞ്ജു ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നേരം വെളുക്കട്ടെ, നമുക്ക് ആ പ്രതാപനെ ചെന്ന് കാണാം, അയാൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് സീമന്തിനിയും വാമനും പറയുന്നുണ്ട് കേട്ടോ മേഘനോട്. ശേഷം കാണിക്കുന്നത് അനന്തവും മഹാലക്ഷ്മിയും കൂടി തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എത്താണ്. ശേഷം നടന്ന കാര്യങ്ങളെല്ലാം കണ്ണനെ അറിയിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. മേഘന് എന്നെ കണ്ട് ഭയന്ന് വിറച്ചുള്ള ഓട്ടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കണ്ണേട്ട് എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അവനോടട്ടെ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത അവൻ ഇതിലപ്പുറവും ഭയപ്പെടണം, അവൻ്റെ ഉറക്കം തന്നെ നഷ്ടപ്പെടണം, കുറച്ച് ദിവസം ഈ രീതിയിൽ തള്ളി നീക്കിയാലും കുഴപ്പമില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്താടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതൊക്കെ മാർക്കോയ്ക്കല്ലേ അറിയൂ, ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ മാർക്കോയല്ലേ, ഇനി മാർക്കോ പറയുന്നത് എന്താണോ അത് തീരുമാനിക്കാനാണ്, അത് അനുസരിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് മേഘനാണെങ്കിൽ വീണ്ടും മഹാലക്ഷ്മിയെക്കുറിച്ച് ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. ആ മഹാലക്ഷ്മിയുടെ ആ രൂപം വല്ലാതെ തന്നെ മേഘനെ വേട്ടയാടുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ജനലിലേക്ക് നോക്കുന്നതും ആരോ അതിലൂടെ നീങ്ങുന്നത് കണ്ട് അത് മഹാലക്ഷ്മിയുടെ പ്രേതം അങ്ങനെ നീങ്ങുന്നത് കണ്ട് അലറി വിളിച്ച് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ മേഘൻ. മഞ്ജു ആണെങ്കിൽ മേഘൻ്റെ ആ ഭയം കണ്ടിട്ട് മഞ്ജുവിന് ചിരി അടക്കാനായിട്ട് കഴിയുന്നില്ല. ഇയാൾക്ക് ഇത് തന്നെ കിട്ടണം, മറ്റു പല പെൺകുട്ടികളുടെയും ഉറക്കം നഷ്ടപ്പെടുത്തിയ ഇയാൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് എന്നെല്ലാം മനസ്സിൽ പകയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. പക്ഷേ മേഘൻ കേൾക്കെ പറയുന്നുണ്ട്, മേഘേട്ടൻ അവരെ ഇത്രയധികം പേടിക്കാനായിട്ട് മേഘേട്ടനാണോ അവരെ എന്തെങ്കിലും ചെയ്തോ എന്നെല്ലാം, അതുകൊണ്ടാണോ ഇങ്ങനെ പേടിക്കുന്നത് എല്ലാം മഞ്ജു ചോദിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിനോട് ഒന്നും വിട്ടു പറയാനായിട്ട് മേഘൻ തയ്യാറാവുന്നില്ല കേട്ടോ. പിന്നീട് മേഘൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്നോടിയ കാര്യങ്ങളെല്ലാം മാർക്കോ സാഗറിനോടും ലോപ്പസിനോടും പറയുന്നുണ്ട്. മഹാലക്ഷ്മി ഒറിജിനൽ പ്രേതമായിട്ട് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മേഘൻ കരുതിയിരിക്കുന്നത്. ഇനി മഹാലക്ഷ്മിയെ ജീവനോടെ കണ്ടാൽ പോലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു മഹാലക്ഷ്മിയുടെ പ്രകടനത്തിൽ. ഇനി മേഘനെ പോലെ മറ്റു പലരും പേടിക്കണം, കണ്ണൻ സാറിൻ്റെ രണ്ടാനച്ഛനും അനിയനും കരുണയും പിന്നെ പ്രതാപനും അയാളുടെ അമ്മയും എല്ലാം. നാളെ കമലേശ്വരത്താണ് മഹാലക്ഷ്മിയുടെ പ്രേതമായിട്ടുള്ള പകർന്നാട്ടം. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെടണമെന്ന് മാർക്കോ പറയുന്നുണ്ട്.
കാരണം കമലേശ്വരത്താണ് മഹാലക്ഷ്മി കണ്ണനോടൊപ്പം കഴിഞ്ഞത്. അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം കമലേശ്വരത്ത് ഉണ്ട് എന്ന് തന്നെ വരുത്തി തീർക്കണം. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഭയപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ ചെയ്തതെല്ലാം തെറ്റാണെന്ന് തോന്നിപ്പിക്കണമെന്നും മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാത്രി തന്നെ മഹാലക്ഷ്മിയെയും കൊണ്ട് മാർക്കോയും അനന്തവും കമലേശ്വരത്ത് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.